ഞാൻ ചുരുക്കി പറയട്ടെ, ആ പിതാവ് അങ്ങ് മരണപ്പെട്ടുപോയി. ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയതാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവ് ജനാസ നിസ്കാരം കഴിഞ്ഞ് ഖബറടക്കം കഴിഞ്ഞ് ആ പെങ്ങളുടെ പിതാവിനെ പറ്റി പറയുകയാണ്, ഇന്നല്ലാഹ ഗഫറ ലി അബീഹാ, ഇന്നല്ലാഹ ഗഫറ ലി അബീഹാ. ആ പെണ്ണിന്റെ പിതാവിന് അല്ലാഹു മാപ്പ് ചെയ്തു. ആ പെണ്ണിന്റെ ഉപ്പാക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്തു. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ അപ്പാക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകിപ്പോയി. എന്തുകൊണ്ടാണെന്നറിയുമോ? ആ പെങ്ങൾ ഭർത്താവിന് വഴിപ്പെട്ട കാരണം കൊണ്ട്. എന്തുകൊണ്ടാ സഹോദരങ്ങളെ? എന്റെ വയലിന്റെ മജ്‌ലിസിൽ വന്ന എന്റെ ഹൃദയമുള്ള പെങ്ങളെ, നീ ഹൃദയം തുറന്നു വെച്ച് കേട്ടേരെ. എന്തോത്തിനാ, എന്ത് കാരണം കൊണ്ടാ അല്ലാഹു ആ പ്രിയപ്പെട്ട വാപ്പാക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തത്? ആ പെങ്ങൾ ഭർത്താവിനെ അനുസരിച്ച കാരണം കൊണ്ട്. ഇതാണ് അല്ലാഹുവിന്റെ ദീൻ, ഇതാണ് അല്ലാഹുവിന്റെ ദീൻ. അപ്പോൾ ഒരു പെണ്ണിന് വേണ്ട ഫസ്റ്റ് ക്വാളിറ്റി എന്താണ്? അനുസരണ ഉണ്ടാകണം. കാരണം എന്താണ്? അൽ മർഅതു ലാ തുഅദ്ദി റബ്ബ ഹഖ്ഖിഹാ ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ. ഒരു പ്രിയപ്പെട്ട ഭാര്യ, അവൾ എപ്പോഴാണ് അല്ലാഹുവിന്റെ ഹക്കുകളെ വീഴുന്നതെന്നറിയുമോ? ഒരു ഭാര്യ അല്ലാഹുവിന്റെ ബാധ്യതകളെ വീഴുന്നത് എപ്പോഴാണ്? ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ. അവളുടെ ഭർത്താവിന്റെ കടപ്പാടുകളെ വീടുമ്പോഴാണ് ഒരു ഭാര്യ തന്റെ അല്ലാഹുവിനോടുള്ള കടപ്പാടുകളെ വീട്ടിയവളാകുന്നതെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ സഹോദരങ്ങളെ, ഒരു സഹോദരൻ കടന്നു വന്നു പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത്. നബിയേ, അസ്ലംതു ഫഅരിനി അസ്ദാദു ബി ഫഅരിനി ശൈഅൻ അസ്ദാദു ബിഹി യഖീന. ഞാൻ മുസ്ലിമായി, പക്ഷേ ഒരു ഡൗട്ട് പോലെ. അപ്പൊ ക്ലിയറൻസിന് വേണ്ടി ഒരു മിറക്കിൾ കാണിച്ചു തരണം, എനിക്ക് നല്ല തഹ്ഖീഖ് ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം നബിയേ. മാ തുരീദു, നീ ഉദ്ദേശിക്കുന്ന എന്താ മോനെ? അയാൾ പറഞ്ഞു, ദൂരെ നിൽക്കുന്ന ഒരു മരത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ആ മരത്തോടൊന്ന് ഇങ്ങ് വരാൻ പറയാമോ നബിയേ? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരത്തോട് വരാൻ പറഞ്ഞു. ജാഅത്നി ദഅവതിഹി അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. ജാഅത്നി ദഅവതിഹി അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. അകലെ നിന്ന മരത്തോട് അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾ വരാൻ പറഞ്ഞപ്പോൾ ആ മാമരം ഇങ്ങ് വരികയാണ്. ഇത് കണ്ടപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, നബിയേ, അവിടുത്തെ കരങ്ങളൊന്ന് നീട്ടിത്തരുമോ? അവിടുത്തെ കൈകൾ ഞാനൊന്ന് ചുംബിച്ചോട്ടെ നബിയേ. അവിടുത്തെ നെറ്റിത്തടമൊന്ന് തരുമോ? ഞാനൊന്ന് മുത്തം കൊടുത്തോട്ടെ നബിയേ. അവിടുത്തെ മുന്നിൽ ഞാൻ യാ റസൂലല്ലാഹ് ആദരവ് പ്രകടിപ്പിച്ചിട്ട് അവിടുത്തെ കവിൾത്തടങ്ങളെ ഞാൻ ചുംബിച്ചോട്ടെ നബിയേ. പൊന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിത്തടം അയാൾ ചുംബിച്ചു, കവിൾത്തടം അയാൾ ചുംബിച്ചു, കൈകൾ അവിടുന്ന് ചുംബിച്ചു. എന്നിട്ട് അയാൾ ചോദിക്കുകയാണ്, നബിയേ, അനുമതി തരാമോ?
അനുവാദം തരാമോ? അവിടുത്തെ മുന്നിൽ അവിടുത്തെ ആദരിച്ചിട്ട് ഞാനൊന്ന് സുജൂദ് ചെയ്തോട്ടെ നബിയേ, സുജൂദ് ചെയ്തോട്ടെ നബിയേ. ഈ സമയത്ത് ഈ ടൈമിൽ ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ പെങ്ങളെ, നിങ്ങൾ കാതുകൾ തുറന്നു വെച്ച് കേൾക്കണമെന്ന്. നിങ്ങളുടെ ശ്രവണ പുടങ്ങൾ തുറന്നിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നിരിക്കട്ടെ, ഇത് കേൾക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലൗ കുന്തു ആമറു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത ലിസൗജിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് സുജൂദിന് അനുമതി നൽകിയിരുന്നുവെങ്കിൽ, അല്ലാഹു ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികൾക്ക് സുജൂദിനെ അനുവദിച്ചിരുന്നുവെങ്കിൽ, ഭാര്യമാരെ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യാൻ, നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യാൻ. ഭാര്യമാരെ നിങ്ങളോട് അല്ലാഹു കൽപ്പിക്കുമായിരുന്നു. സൃഷ്ടികൾക്ക് മുന്നിൽ സുജൂദിനെ അല്ലാഹു അനുവദിച്ചിരുന്നുവെങ്കിൽ, ഭാര്യമാർക്ക് മുന്നിൽ, ഭർത്താക്കന്മാർക്ക് മുന്നിൽ ഭാര്യമാർ സുജൂദ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. സൃഷ്ടികളോട് ആർക്കും സൃഷ്ടികളുടെ മുന്നിൽ സുജൂദ് പാടില്ല. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. എന്നാൽ അങ്ങനെ എങ്ങാനും പെർമിഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഭർത്താക്കന്മാരുടെ മുന്നിൽ ഭാര്യമാർ സുജൂദ് ചെയ്യേണ്ടി വരുമായിരുന്നു. അത്രമേൽ വലിയ മഹത്വമാണ് നമ്മുടെ ദീൻ നമ്മുടെ ഭർത്താക്കന്മാർക്ക് നൽകുന്നത്. പോരാ, ഒരു പെണ്ണ് ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ വീട് വിട്ടു പുറത്തുപോയി, ഭർത്താവ് ഗൾഫിലാണ്, സൗദി അറേബ്യയിലാണ്, ഭർത്താവ് വിളിച്ചു, ഹലോ ജമീല മോളെ, എന്തുവാ ഇക്കാക്ക, എന്തുവാ വിളിക്കുന്ന ഭർത്താവിന്? ഹസ്ബൻഡിന് എന്തുവാ പറയുന്നേ? ആ മാപ്പിളേ, ഹലോ മാപ്പിളേ, ആ എന്തോ പെഞ്ഞാഴി, എവിടെ ഉണ്ട്, ഏടുണ്ട്, നാവുത്തിലുണ്ട്. ഇവൾ എവിടെ നിൽക്കുക? മംഗലാപുരത്ത് നിൽക്കുവാണവൾ. സുറത്കൽ ടൗണിൽ കറങ്ങുകയാണവൾ. അവൾ പ്രിയപ്പെട്ട ഗൾഫിൽ നിന്ന് വിളിക്കുന്ന പാവപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ്, ഞാൻ ഔട്ടിൽ നിൽക്കുക, ഞാൻ പുറേ നിൽക്കുക. സഹോദരങ്ങളെ, അവൾ നിൽക്കുന്നത് മംഗലാപുരത്താ, അവർ നിൽക്കുന്നത് ഉടുപ്പിയിലാ, അവൾ നിൽക്കുന്നത് ബംഗളൂരിലാ. ഇങ്ങനത്തെ ഒരു ഭാര്യയുണ്ടെങ്കിൽ അവൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവളെ ശപിക്കുന്നതാണ്. നശിച്ചോണ്ട് പോട്ടെ, അവൾ നശിക്കട്ടെ, നശിച്ച് നാരായ പേരും കെടട്ടെ, നശിച്ചോണ്ട് പോട്ടെ, അവൾ ഖബറിൽ തീയാകട്ടെ, അവളുടെ ദുനിയാവും ആഖിറവും ജഹന്നമാകട്ടെ, നരകമാകട്ടെ എന്ന് മലക്കുകൾ ശപിക്കുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ആലോചിച്ച് നോക്ക്, ചെറിയ കാര്യമാണോ ശാപം? ശാപം എന്ന് പറഞ്ഞാൽ സ്മോൾ വിഷയമാണോ? അല്ല. പിന്നെയോ ഇബ്ലീസ്, ഇബ്ലീസ് ആരായിരുന്നു എന്നറിയുമോ? ഇബ്ലീസ്. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, 30,000 കൊല്ലം ആകാശ ലോകത്ത് ജിബ്രീൽ, ഇസ്രാഫീൽ, മീകായിൽ, അസ്രായീൽ അലൈഹിമുസ്സലാം തുടങ്ങിയ വലിയ മലക്കുകൾക്ക് ക്ലാസ് എടുത്ത ഉസ്താദിന്റെ പേരാണ് ഇബ്ലീസ്. കണ്ടോ, 30,000 കൊല്ലമാണ്. എത്ര കൊല്ലമാടാ മക്കളെ? 30,000 കൊല്ലം മലക്കുകൾക്ക് ക്ലാസ് എടുത്ത ഉസ്താദാണ് ഇബ്ലീസ്. എന്ത് സംഭവിച്ചു? അല്ലാഹുവിന്റെ ശാപമേറ്റു, അല്ലാഹുവിന്റെ ശാപമേറ്റു. فسجد الملائكة كلهم أجمعين إلا إبليس أبى واستكبر وكان من الكافرين.
അള്ളാഹുവിന്റെ അടുത്ത് യുക്തിവാദം പറഞ്ഞു, റാഷണലിസം പറഞ്ഞു, എത്തിസം പറഞ്ഞു. ആദമിനെ പടച്ചത് മണ്ണിൽ നിന്നാ, മണ്ണെടുത്ത് ഇട്ട് നോക്കത് താഴോട്ടാ വീഴുക. എന്നെ പടച്ചത് തീയിൽ നിന്നാ, തീ ഒന്ന് കത്തിച്ചു നോക്കു പടച്ചവനെ, അത് മേപ്പോട്ടാണ് അതിന്റെ ജ്വാല പോകുന്നത്. മണ്ണ് കൊണ്ട് പടയ്ക്കപ്പെട്ട ആദമിനെ തീ കൊണ്ട് പടയ്ക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? അത് യുക്തിയല്ലല്ലോ, റാഷണലിസം. യുക്തിവാദം ആരംഭിച്ചത് സനല്ലടമുറകല്ല, കോവൂരല്ല, അടപ്പൂരല്ല. യുക്തിവാദം ആരംഭിച്ചത് കറൽ മാർക്സോ ലെനിനോ അല്ല, ഏംഗൽസ് അല്ല, ചാൾസ് ഡാർവിൻ അല്ല. യുക്തിവാദം ആരംഭിച്ചത് ആരാണ്? യുക്തിവാദത്തിന്റെ ഉസ്താദ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അന്നേരത്ത് അല്ലാഹ് പറഞ്ഞു, ഫഖ്റുജ്, ഇറങ്ങടാ പുറത്ത്, ഇന്നക റജീം, ശപിക്കപ്പെട്ടവനാണ് നീ, ശപിക്കപ്പെട്ടവനാണ് നീ, ഇറങ്ങ് പുറത്ത്. ഇന്ന് വരെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളും ഇബ്ലീസ് കണ്ടോ, ലഅനത്തുല്ലാഹ്, അവന്റെ പേര് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ, അവൻ നശിച്ചോണ്ട് പോട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളെ, ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ നീ വീട് വിട്ട് പുറത്തിറങ്ങിയാൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം തോന്നുന്നുണ്ടോ? ദേഷ്യം തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങളുടെ സ്ഥാനം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു നല്ല ഭാര്യയുടെ സ്ഥാനം അമ്പിയാക്കളുടെ സ്ഥാനമാണ്, ഔലിയാക്കളുടെ സ്ഥാനമാണ്. കണ്ടില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസാ വസാമത് ശഹറഹാ വഹസനത് ഫർജഹാ വഅതാഅത് ബഅലഹാ ഫൽതദ്ഖുൽ ബിഅയ്യി അബ്വാബിൽ ജന്നതി ശാത്. ഒരു പെണ്ണ് 5 നേരം കൃത്യമായി നിസ്കരിച്ചാൽ, പരിശുദ്ധ റമളാനെ ആദരിച്ച് കൃത്യമായി നോമ്പെടുത്താൽ, വഅഹ്സനത് ഫർജഹാ, അവരുടെ രഹസ്യാവയവങ്ങളെ അല്ലാഹുവിൽ അവൾ സമർപ്പിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ, വഅതാഅത് ബഅലഹാ, അവരുടെ ഭർത്താവിന്റെ ഇംഗിതങ്ങളെ അംഗീകരിച്ച് വഴിപ്പെട്ടവന്റെ ബാധ്യതകളെ വീട്ടിയാൽ, അങ്ങനത്തെ ഒരു പെണ്ണ്, ഒരു പെഞ്ഞാഴി നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ മലക്കുകൾ അവളോട് പറയും, ഫൽ തദ്ഖുൽ ബിഅയ്യി അബ്വാബിൽ ജന്നത്തി ശാഅത്. മോളെ, നിനക്കിഷ്ടമുള്ള കവാടത്തിലൂടെ, ഇഷ്ടമുള്ള ഡോറിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാം. പാലാറൊഴുകുന്ന തേനാറൊഴുകുന്ന സ്വർഗം, തേനിനേക്കാൾ മധുരമുള്ള പാനീയമുള്ള സ്വർഗം, അവിടുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിഴക്കണ്ട പൂട്ടുണ്ടാവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും നീയതിൽ അറിയണ്ട. ഹൂറുൽ ഹിസാനടുത്തെപ്പഴും ഇരിപ്പുണ്ട്, രസിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. ഹൂറുല്ലീങ്ങളായ തരുണീമണികളായ പെൺകടിമാർ വെഞ്ചാമരം വീശി സ്വീകരിക്കുന്ന സ്വർഗത്തിന്റെ പറുദീസകളുടെ കവാടങ്ങൾ, സ്വർഗത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കപ്പെട്ടിട്ട് മലക്കുകൾ പറയുകയാണ്, ഓ ഭർത്താവിനെ വഴിപ്പെട്ട് റമദാനെ സൂക്ഷിച്ച് 5 നേരം കൃത്യമായി നിസ്കരിച്ച് തന്റെ അംഗലാവണ്യങ്ങളെ, തന്റെ അവയവങ്ങളെ അന്യന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാതെ ജീവിച്ച സ്വാലിഹത്തായ പെണ്ണേ, ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും, ഡോറിലൂടെ വേണമെങ്കിലും നിനക്ക് സ്വർഗത്തിലേക്ക് പോകാം. നിനക്ക് ഏത് ഡോറിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് പോകാം. സഹോദരങ്ങളെ, മഹദിയായ ഫാത്തിമത്തുൽ സുഹ്റ ബത്തൂൽ, ഫാത്തിമ
അമ്പരത്തമ്പിളി പോലെ പിന്നിലെ താരകം പോലെ അമ്പിയരാജന്റെ ഇമ്പർ ഹബീബിന്റെ പൊന്നൊളി ഫാത്തിമ ബീവി പൊന്നൊളി ഫാത്തിമ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു. അലി ഇബ്നു അബീ താലിബ് എന്ന പുതുമാരൻ ചോദിച്ചു, അല്ല മോളെ ഫാത്തിമ, നിന്റെ ഫേവറേറ്റ് ഹോബി ഏതാണ്? നിനക്ക് ഇഷ്ടപ്പെട്ട പിരിശപ്പെട്ട കാര്യം ഏതാണ്? നേരത്തെ പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഓ എന്റെ പുതിയ ആപ്പിള അലി ഇബ്നു അബീ താലിബ് തങ്ങളെ, എനിക്ക് ഏറ്റവും പിരിശപ്പെട്ടത് എന്താണെന്നറിയുമോ? ഒരന്യാണും എന്നെ കാണാതിരിക്കലാണ്. ഒരന്യാണെന്നെ കാണാതിരിക്കാണ് എനിക്ക് ഏറ്റവും പിരിശമുള്ള കാര്യം. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം ഏതാണ്? ഒരന്യാണ് എന്നെ കാണലാണ്. ഓ സുറത്ത് കല്ലിൽ ഒരുമിച്ച് കൂടിയ പെങ്ങന്മാരെ, ഫാത്തിമ ബീവി പോകുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ആശയുണ്ടോ? എന്നാൽ നിങ്ങളുടെ ഔറത്തുകൾ ഈ തെരുവിന്റെ കവലയിലൂടെ അതാ ബോഡി ടൈറ്റുള്ള പർദ്ദയിട്ടിട്ട് ടീഷർട്ടും ജീൻസും ഇട്ടിട്ട് തെരുവിന്റെ കവലകളിൽ അഴിഞ്ഞാട്ടം നടത്തുന്ന പെങ്ങളെ, നിനക്ക് സ്വർഗം കിട്ടൂല. ഇപ്പോഴത്തെ പെങ്ങന്മാരെ ഫേവറേറ്റ് ഹോബി ഏതാ? ഇഷ്ടപ്പെട്ട കാര്യം ഏതാ? പിരിശപ്പെട്ട കാര്യം ഏതാ? 4 ആണുങ്ങൾ എന്നെ കാണണം. കണ്ടോടാ കണ്ടോടാ ചെക്കന്മാരെ, നോക്കടാ നോക്കടാ, എന്നെ കണ്ടോ, നല്ല ഗ്ലാമർ അല്ലേടാ, എന്റെ ഇന്റർനാഷണൽ എയർപോർട്ടും അന്താരാഷ്ട്ര ബംഗ്ലാവുകളും ഒക്കെ നോക്കടാ എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ എയർപോർട്ടും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും എല്ലാം ഇങ്ങനെ കാണിച്ച് നടക്കുകയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹദിയായ അസ്മാ ബിൻത് യസീദുൽ അൻസാരിയ എന്ന പ്രിയപ്പെട്ട സ്വഹാബിയത്തായ വനിത കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ ബഅസക ഇലർ റിജാലി വന്നിസാ, അവിടുന്ന് ആണുങ്ങളിലേക്കും പെണ്ണുങ്ങന്മാരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ തന്നെയല്ലയോ? അതേപോലെ ഞാൻ ആണുങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്, പെണ്ണുങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. എന്നാൽ ഞങ്ങൾ അവിടുത്തെ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, അവിടുന്ന് കൊണ്ടുവന്നത് ഞങ്ങൾ പിൻപറ്റുന്നു, പിന്തുടരുന്നു നബിയെ. ഇനി ഒരു കാര്യം പറയട്ടെ, നഹ്നു മാശിറൻ നിസാ മഖ്സൂറാത്തുൻ മഖ്ദൂറാത്തുൻ ഖവായിദ ബുയൂത് വമവാലിയ ശഹവാതിർ റിജാൽ വഹാമിലാതു ഔലാദിഹിം ഫഇന്നൽ റിജാല ഫുളിലു ബിൽ ജമാഅത്ത് വൽ ജിഹാദ് വശുഹൂദിൽ ജനായിസ് അഫനുശാരികും ഫിൽ അജ്രി യാ റസൂലല്ലാഹ്. നല്ല സൂപ്പർ ചോദ്യമാണ്, ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ചോദ്യം ഇങ്ങനെ സഹാബിയത്തായ വനിത വന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബത്തെ, ഹൽ സമിഅ്തും മഖാലത ഇംറഅത്തിൻ അഹ്സന സുആലൻ അൻ ദീനിഹാ മിൻ ഹാദി? ഇത്രയും നല്ല സൂപ്പർ ചോദ്യം ഇതിനു മുമ്പ് ഏതെങ്കിലും പെണ്ണുങ്ങന്മാര് മദീന പള്ളി വന്ന് ചോദിച്ചിട്ടുണ്ടോ? അവര് പറഞ്ഞു, ഇല്ല ഇല്ല നബിയെ, ചോദിച്ചിട്ടില്ല. എന്തുവാ ചോദിച്ചെന്നറിയാവോ? ഞങ്ങൾ സ്ത്രീകൾ, പെണ്ണുങ്ങൾ, നഹ്നു മാശറൻ നിസാ മഖ്സൂറാത്തുൻ മഖ്ദൂറാത്തുൻ ഖവായിദ ബുയൂത്, ഔത്തിന്റെ അകത്തളങ്ങളിൽ ഞങ്ങൾ കഴിയുകയാണ്, ഗൃഹാന്തർഭാഗങ്ങളിൽ അന്തർജനങ്ങളായി ഞങ്ങൾ കഴിയുകയാണ്. വമവാലിയ ശഹവാതിർ റിജാൽ,
ഞങ്ങളെ പുതുമാപ്പിളമാർക്ക് ഞങ്ങൾ മണവറയൊഴുക്കുന്ന മണവാട്ടിമാരാണ്. ഞങ്ങളുടെ പുതുമാപ്പിളമാരുടെ മണവറകളെ മനോഹരമാക്കുന്ന പുതിയോട്ടികളാണ് ഞങ്ങൾ നബിയേ. വഹാമിലാത്തു ഔലാദിഹിം, അവരുടെ മക്കളെ വയറ്റിൽ ഗർഭം ചുമക്കുന്നവരാണ് നബിയേ. പക്ഷേ പുരുഷന്മാരാണെങ്കിൽ അവർ പള്ളിയിൽ ജമാഅത്തിന് പോകുന്നുണ്ട്, അവർ ജിഹാദിന് പോകുന്നുണ്ട്, അവർ ജനാസ സംസ്കരണത്തിന് പോകുന്നുണ്ട്. ഞങ്ങൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഔത്തിന്റെ അകത്തളങ്ങളിലാണ് നബിയേ. അഫനുശാരികും ഫിൽ അജ്രി യാ റസൂലല്ലാഹ്. ഈ പ്രതിഫലമൊന്നും ഞങ്ങൾക്കില്ലേ നബിയെ? ഈ കൂലിയും പ്രതിഫലമൊന്നും ഞങ്ങൾക്കില്ലേ നബിയെ? ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ? അന്നേരത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ, ഇന്ന ത്വാഅത സൗജി ഇഅ്തിറാഫൻ ബിഹഖിഹി യഅദിലു ദാലിക. നീ നിന്റെ ഭർത്താവിന് വഴിപ്പെട്ട് ഭർത്താവിന്റെ കടപ്പാടുകൾ കടമകൾ അംഗീകരിച്ച് നല്ലൊരു ഭർത്താവിന് പിരിസപ്പെട്ട ഭാര്യയായി ജീവിച്ചാൽ നിനക്ക് ഈ പ്രതിഫലങ്ങളെല്ലാം അല്ലാഹു നൽകുന്നതാണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. ഇനി മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകം കണ്ടു. വറഅയ്തു അക്തറ അഹ്ലിഹാ അന്നിസാ. ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് പെണ്ണുങ്ങളെയാണ്. എന്തുകൊണ്ടാണ്? മിഅ്റാജ് ദിനം രാവിൽ റസൂലുള്ളാഹ് നരകത്തെ കണ്ടുപോയി പെണ്ണുങ്ങളെ. മിഴി തള്ളി തൂറിത്തതായേറെ സഹിക്കുന്നോർ അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ, അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ. മിഅ്റാജിന്റെ രാത്രിയിൽ ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകം കണ്ടു. ആ നരകത്തിൽ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കപ്പെടുന്നത് എന്റെ സമുദായത്തിലെ പെൺകുടിമാരാണ്. കാരണം എന്താണെന്നറിയുമോ? ബികുഫ്രിഹിന്ന, ബികുഫ്രിഹിന്ന, അവരുടെ നിഷേധ സ്വഭാവം കൊണ്ടാണ് അവർ നരകത്തിൽ അധികമാകാൻ കാരണം. അന്നേരത്തെ സഹാബത്ത് ചോദിച്ചു, യക്ഫുറൂന ബില്ലാഹ്, അവർ അല്ലാഹുവിനെ നിഷേധിച്ച കാരണം കൊണ്ടാണോ നബിയേ? അല്ലാഹുവിനെ നിഷേധിച്ച കാരണം കൊണ്ടാണോ നബിയേ? അന്നേരത്തെ പുന്നാര നബി തങ്ങൾ പറഞ്ഞു, അല്ല അല്ല, വലാകിൻ യക്ഫുറൂനൽ അശീർ, വലാകിൻ യക്ഫുറൂനൽ അശീർ. അവർ അവരുടെ ഭർത്താക്കന്മാരെ നിഷേധിച്ച കാരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ നരകത്തിൽ പോകാൻ കാരണം. അവരുടെ ഭർത്താക്കന്മാരെ നിഷേധിച്ച കാരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ നരകത്തിൽ പോകാൻ കാരണമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, സമയം നമുക്ക് തീരെയില്ല. നിങ്ങളോട് സദയം ക്ഷമിക്കണം. അള്ളാഹു നമുക്ക് ഹക്ക് പോലെ പറഞ്ഞ് പെട്ടെന്ന് തീർക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. നിങ്ങളൊക്കെ കുറേ എത്ര മണിക്ക് സ്റ്റാർട്ടായത് അവസ്ഥ പരിപാടി? 8:30, 9:30, 10:30, കുറച്ച് സമയമല്ലേ ആവുള്ളൂ അല്ലേ? കുറച്ച് സമയമല്ലേ ആവുള്ളൂ ആണോ? അല്ല അല്ല. ഈ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു പെങ്ങൾ വന്നിട്ട് ചോദിച്ചു, ഒരു സഹോദരി വന്നിട്ട് ചോദിച്ചു, എന്റെ ഭർത്താവിനെ പറ്റി എന്തോ പറയുന്നു നബിയേ. യ ജന്നതുകി
ഹിയ ജന്നതുകി ഹിയ നാറുകി ഹിയ ജന്നതുകി ഹിയ നാറുകി. നിന്റെ ഭർത്താവ് നിന്റെ സ്വർഗമാണ്, നിന്റെ ഭർത്താവ് മോളെ നിന്റെ നരകമാണ്. ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ സംതൃപ്തി മേടിച്ചാൽ പൊന്നു പെങ്ങളെ നിനക്ക് സ്വർഗത്തിൽ പോകാം. ജീവിച്ചിരിക്കുന്ന ഭർത്താവിന്റെ അസംതൃപ്തിയാണ് നീ സമ്പാദിക്കുന്നതെങ്കിൽ പൊന്നു പെങ്ങളെ നിനക്ക് നരകത്തിൽ പോകാം. ഹിയ ജന്നതുകി ഹിയ നാറുകി. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയേ അയ്യുൻ നിസാഇ ഖൈറുൻ യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല പെണ്ണ് ഏതാ നബിയേ? ഏറ്റവും നല്ല പെണ്ണ് ഏതാ നബിയേ? നല്ല കാണാൻ ഗ്ലാമറുള്ള പെണ്ണാണോ? സമ്പത്തുള്ള പെണ്ണാണോ? സൗന്ദര്യമുള്ള പെണ്ണാണോ? ഫുട്ബോൾ കളിക്കാൻ പോകുന്ന പെണ്ണാണോ? ജീൻസ് ഇടുന്ന പെണ്ണാണോ? ടീഷർട്ട് ഇടുന്ന പെണ്ണാണോ? ഏത് പെണ്ണാ? വാട്സപ്പും ഫേസ്ബുക്കും യൂസ് ചെയ്യുന്ന പെണ്ണാണോ? ഏത് പെണ്ണാ? ഏറ്റവും നല്ല ഭാര്യ ഏതാണെന്നറിയുമോ? തസുറുഹു ഇദാ നളർ തസുറുഹു ഇദാ നളർ വതുതിയുഹു ഇദാ അമർ ولا تخالفه في نفسها ومالها بما يكره. ഏറ്റവും നല്ല ഭാര്യ, ഏറ്റവും നല്ല ഭാര്യ എങ്ങനെയുള്ള ഭാര്യ എന്നറിയാവോ? തസുറുഹു ഇദാ നളർ തസുറുഹു ഇദാ നളർ. നീ ആ പെണ്ണിന്റെ മുഖത്തിങ്ങനെ നോക്കുമ്പോ തന്നെ നിനക്ക് നല്ല ഹാപ്പി ഉണ്ടാകും, നിനക്ക് നല്ല സന്തോഷം ഉണ്ടാവും. നല്ല സന്തോഷമാ. വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് കയറുമ്പോ തന്നെ നല്ല ഹാപ്പി ആയിട്ട് വന്നിങ്ങനെ കയറുക. അപ്പോഴേ പെഞ്ഞാഴിയും മോന്തായ അങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഓ ഇങ്ങനെ ആയാ പറ്റൂല. കാരണം എന്താണ്? കയറിയൊക്കെ പോയി, കുറെ ആൾക്കാരൊക്കെ കയറി വായിക്കകത്ത് പോയി, അവരകത്ത് താമസമാക്കി. വെള്ളമുണ്ടോ? ചോദിച്ചു, തസുറുഹു ഇദാ നളർ, അവളിലേക്ക് നോക്കുമ്പോ തന്നെ നിനക്ക് ഹാപ്പി ഉണ്ടാകുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ മഹാനായ. മാത്രമല്ല വതുതിയുഹു ഇദാ അമർ, എന്ത് കാര്യം ഭർത്താവ് കൽപ്പിച്ചാലും അനുസരിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹു. അവളുടെ സമ്പത്തും അവളുടെ സൗന്ദര്യവും അവളുടെ സമ്പത്തും അവളുടെ ശരീരവുമെല്ലാം ഭർത്താവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന പെണ്ണ് അവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ? മാത്രമല്ല കാണുമ്പോ നമുക്ക് സന്തോഷം ഉണ്ടാകണം, അല്ലേ? കാണുമ്പോ സന്തോഷം ഉണ്ടാവണം. ഭർത്താവ് എത്ര വിഷമിച്ചു വന്നാലും ഭാര്യയെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്ന ഭാര്യയാ നമുക്കുള്ളതെങ്കിൽ അവൾ ഏറ്റവും നല്ല ഭാര്യയാണ്. കണ്ടില്ലയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആരാ? ആദ്യത്തെ ഭാര്യ ആരാ? വർണ്ണാതെളി ഒളി മികവേറും മണിമച്ചിൽ സ്വർണ്ണ താമരകത്തി സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. സുന്ദരി ഖദീജത്തുൽ കുബ്ര സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടേ. മക്കാമണലിന്റെ മധുരം കൂടിയ രാജാത്തി മങ്കാമണികളിൽ കഞ്ചകമേറിയ മുഞ്ചത്തി. മക്കാമണലിന്റെ മധുരം കൂടിയ രാജാത്തി മങ്കാമണികളിൽ കഞ്ചകമേറിയ മുഞ്ചത്തി. മണ്ണും വിണ്ണുമീരു ഗുരുവായ മുഹമ്മദ് മുസ്തഫ മഹറിനാശിച്ചുള്ളൊരു സൗജത്ത് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ
ഒരു ഭാര്യ എങ്ങനെയാകണം? ഭർത്താവിനെ കാണുമ്പോൾ സന്തോഷമാകണം. ഭർത്താവിനൊരു വിഷമം വന്നാൽ ഭാര്യയെ കാണുമ്പോഴേക്ക് സന്തോഷമാകണം. ആ ദുഃഖം വിഷമമങ്ങ് മാറിപ്പോണം. ഭർത്താവ് ടെൻഷനിലാണ്, ഭർത്താവിന് വിഷമത്തിലാണ്. ആ സമയത്ത് ഭാര്യയെ കണ്ടപ്പോ ഭർത്താവിന് നല്ല ഹാപ്പിയായി. അങ്ങനെ ഒരു ഭാര്യ, ആ ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ വാതിലിൽ മുട്ടുമ്പോൾ പൂമുല്ലവദനമായി പുഞ്ചിരി തൂകുന്നു ഭാര്യ. വേദനയാകുമ്പോൾ ചാരേ അണഞ്ഞെത്തി ആശ്വാസമേകുന്നു ഭാര്യ. വാതിലിൽ മുട്ടുമ്പോൾ പൂമുല്ലവദനമായി പുഞ്ചിരി തൂകുന്നു ഭാര്യ. വേദനയാകുമ്പോൾ ചാരേ അണഞ്ഞെത്തി ആശ്വാസമേകുന്നു ഭാര്യ. വാതിൽ എന്ന് പറഞ്ഞാൽ എന്താ? വാതിൽ, വായിൽ, ഡോർ. വാതിലിൽ നമ്മൾ മുട്ടുമ്പോൾ പൂമുല്ലവദനമായി പുഞ്ചിരിച്ചു നിൽക്കുന്നവനാണ് നല്ല ഭാര്യ, അല്ലേ? കാരണം നമുക്കൊരു വിഷമമുണ്ടായി, ആ വിഷമം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭാര്യയെ കാണുമ്പോൾ നമ്മുടെ വിഷമം മാറണം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹിറായിൽ ഇരിക്കുന്ന നേരത്ത്, ഹിറായുടെ ഗഹ്വരങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മാലാഖ് കടന്നു വന്നു. അവിടുന്ന് വിശുദ്ധ ഖുർആനിന്റെ ആദ്യാവതീർണം കൊണ്ട് സമ്പന്നമായ ദിവസം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ അവതീർണം നടക്കുന്ന ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യം ഉണ്ടായ സംഭവമാണ് ഖുർആൻ ഇറങ്ങുന്നത്. പുന്നാര നബി മുഹമ്മദ് മുസ്തഫ. ഒരു ആകസ്മികത ഉണ്ടായിപ്പോയി പുന്നാര നബിക്ക്, അസ്വാഭാവികത ഉണ്ടായിപ്പോയി. എന്തോ ഒന്ന് സംഭവം. കാരണം എന്താണ്? ഖുർആനാണ് ഇറങ്ങുന്നത്. ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിൽ, ഒരു ഗിരിശൃംഗങ്ങളുടെ മുകളിൽ, ഒരു പാറക്കെട്ടിന്റെ മുകളിൽ ഖുർആൻ ഇറങ്ങിയിരുന്നുവെങ്കിൽ ആ പർവ്വതം പപ്പടം പോലെ തവിട് പൊടിയാകുമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്. അത്രയും വലിയ ഘനപ്പെട്ട ഖുർആൻ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ ഒരു അസ്വാഭാവികത, ഒരു ആകസ്മികത ഉണ്ടായി പുന്നാര നബിക്ക്. നേരെ ഓടിച്ചെന്നു, ഖദീജ സമ്മിലൂനി സമ്മിലൂനി ഖദീജ, എന്നെ തണുക്കുന്നു, വിറയ്ക്കുന്നു, പനിക്കുന്നു, എന്നെ പുതപ്പിട്ട് മൂട് മോളെ ഖദീജ. അന്നേരത്ത് ഭർത്താവ് വിഷമിച്ചു വരുവാ. അന്നേരത്ത് ഭാര്യയായ ബീവി ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ കരയാതെ, വിഷമിക്കാതെ, ദുഃഖിക്കാതെ നബിയേ, അല്ലാഹു അവിടുത്തെ കൈവടിയൂല, അല്ലാഹു അവിടുത്തെ ഉപേക്ഷിക്കില്ല നബിയേ. അവിടുന്ന് പാവങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നവരാണ്, അവിടുന്ന് അനാഥകൾക്ക് അഭയം കൊടുക്കുന്നവരാണ്, അവിടുന്ന് താഴ്ന്നവരോട് കരുണ കാണിക്കുന്നവരാണ്, അവിടുന്ന് ഫുഖറാക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്. അല്ലാഹു അവിടുത്തെ കൈവടിയൂല നബിയേ, അല്ലാഹു അവിടുത്തെ കൈവടിയൂല നബിയേ. അവിടുന്ന് വിഷമിക്കാതെ, ബേജാറാകാതെ, ബന്ധപ്പെടാതെ, വെപ്രാളപ്പെടാതെ നബിയേ. ഒരു ഭാര്യ എങ്ങനെയാകണം? വേദനയാകുമ്പോൾ ചാരേ അണഞ്ഞെത്തി ആശ്വാസമേകുന്നു ഭാര്യ. വേദനയാകുമ്പോൾ ചാരേ അണഞ്ഞെത്തി ആശ്വാസമേകുന്നു ഭാര്യ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ആകണം ഭാര്യ.
ഭർത്താവിന് ആശ്വാസം, ഭർത്താവിന് സന്തോഷം. ഇതൊക്കെ കേൾക്കുമ്പോ ഇവിടെ വന്ന പെങ്ങന്മാര് വിചാരിക്കുക, ഒരു തിരുവനന്തപുരത്തുനിന്നൊരു മുസ്ലിയാര് വന്നിട്ട് മൊത്തം ഭാര്യമാരെ പറ്റി കുറ്റവും കുറവും പരാതിയും കംപ്ലൈന്റും. അവരൊരുപാട് ദൂരെയായിരിക്കുന്നതുകൊണ്ട് കല്ലെടുത്തെറിഞ്ഞാലും ഇങ്ങ് എത്തത്തില്ല. മനസ്സിലായോ? എന്റെ ഉമ്മമാരെ, എന്റെ പെങ്ങന്മാരെ, നിങ്ങൾ വിഷമിക്കാതെ ഭർത്താക്കന്മാരെ പറ്റി കൂടി പറഞ്ഞിട്ട് എന്ന് അവസാനിപ്പിക്കും. അങ്ങനെ അങ്ങ് ഭർത്താക്കന്മാര് സുഖിക്കണ്ട കേട്ടോ. ഒരു കല്യാണം കഴിയുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ എന്താണെന്നറിയാവോ? ഓ, എന്റെ ഭർത്താവ് മണവറ, ദാമ്പത്യ ജീവിതം, സ്വപ്നങ്ങളാണ്. ഒരു മംഗലം, മംഗലം എന്നല്ലേ പറയാ? മംഗലം ആയാലും ശരി, ചട്ടിയങ്കലം ആയാലും ശരി, എന്തുവാ പറയുന്നേ? അല്ലാ, മംഗലാപുരം. അത് മംഗലാപുരത്തിനല്ലേ പറയുന്നത് മംഗലാപുരം. സഹോദരങ്ങളെ, എന്താണ് അപ്പോൾ ഒരു കല്യാണം കഴിയുമ്പോ നേരത്തെ കല്യാണം ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ തലേ ദിവസം കൂട്ടുകാരികളൊക്കെ വന്നിട്ട് പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട്, പെണ്ണിന്റെ ഔത്തിൽ വന്നിട്ട്, ചങ്ങായി പെണ്ണുങ്ങൾ വന്നിട്ട് പറയും, മനസ്സകമിൽ മോഹബത്ത് പെരുത്ത്, കിനാവുകൾ കൊരുത്ത്, മഹർമാല എടുത്ത്, മതി മതിയാ മണിമങ്കക്കിണങ്ങുവാൻ മണവാള നീത വരുന്നേ. അങ്ങനെ പാട്ടൊക്കെ പാടി ഒരു ഒപ്പന. ഇവിടെ ഉണ്ട്, ഈ നാട്ടിലുണ്ടോ ഒപ്പന? പാട്ടൊക്കെ പാടി കൈയൊക്കെ കൊട്ടി ഒപ്പന. ചില മുതലാളിമാർ അള്ളാഹുവിന്റെ ദീനിനെ വെല്ലുവിളിച്ച് കുറെ ധിക്കാരങ്ങൾ കാണിക്കുന്നു. അള്ളാഹു അത്തരം മുതലാളിമാർക്ക് ഇന്നൽ മുദബ്ബിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അവന്മാർ പിശാചിന്റെ സഹോദരങ്ങളാണ്, പിശാചിന്റെ ആളുകളാണ്. കല്യാണ തലേ ദിവസം ഒപ്പനയും തോന്നിവാസങ്ങളും. ടിഷ്യൂ ഉണ്ടോ? ടിഷ്യൂ ഇല്ല. അപ്പോൾ ഈ പെണ്ണിന്റെ മനസ്സിനകത്ത് കൂട്ടുകാരികൾ വന്നിട്ട് ഇങ്ങനെ, മനസ്സകമിൽ മുഹബ്ബത്ത് പെരുത്ത്, കിനാവുകൾ കൊരുത്ത്, മഹർമാല എടുത്ത്, മതി മതിയാം മണിമങ്കക്കിണങ്ങുവാൻ മണവാള നീത വരുന്നേ. മധു ചൊരിയും ആനന്ദം നിറഞ്ഞ്, ആഹ്ലാദം വിരിഞ്ഞ്, ആമോദം ചൊരിഞ്ഞ്, ബുദ്ധിമതിയാം സുന്ദരി മണവാട്ടി ഇത വരുന്നേ. കല്യാണത്തിന് ഒപ്പനയുടെ താളം കേൾക്കുമ്പോൾ ഒരു പെണ്ണ് വിചാരിക്കുന്നു, മംഗലമായാൽ ഹാപ്പി 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 എന്നാണ്. ഫസ്റ്റ് ദിവസമൊക്കെ ഭയങ്കര ഹാപ്പിയാ, സെക്കൻഡ് ദിവസവും ഹാപ്പിയാ, മൂന്നാമത്തെ ദിവസവും ഹാപ്പിയാ, പിന്നെയുള്ള ദിവസങ്ങളിലും ഹാപ്പിയാണ്. സംശയമൊന്നുമില്ല. പക്ഷെ എന്ത് വേണമെന്നറിയാമോ? ആ ഹാപ്പി നിലനിൽക്കണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വേണം. എന്തു വേണം? അഡ്ജസ്റ്റ്മെന്റുകൾ വേണം. എന്തു വേണം? അഡ്ജസ്റ്റ്മെന്റുകൾ വേണം. എന്ന് പറഞ്ഞാൽ ഓരോരോ പെങ്ങന്മാരെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുക കേട്ടോ, എന്റെ ഉമ്മമാരെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയാ. ഭർത്താക്കന്മാർ ഓരോരോ ജോലി ചെയ്യുന്ന ആളുകളാണ്, അല്ലേ? വണ്ടി ഓടിക്കാൻ പോകുന്ന ഭർത്താക്കന്മാരുണ്ടാവും, ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാര്. കൈവക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല, കൈയൊന്നും പൊക്കല്ലേ. വണ്ടി ഓടിക്കാൻ, ഈ വണ്ടി ഓടിക്കാന്ന് മനസ്സിലായോ? ഗാഡി ഡ്രൈവ് ചെയ്യുന്ന ഭർത്താക്കന്മാർക്ക് സ്വഭാവം ഉണ്ട്. എന്താ സ്വഭാവം? ഇടയ്ക്കിടയ്ക്ക് ഗിയർ മാറ്റുന്ന സ്വഭാവം ഉണ്ടാവും, അല്ലേ? ബ്രേക്ക് ചവിട്ടും, ആക്സിഡന്റ് ആവും. ചവിട്ടിയപ്പോ ദാ ഉരുണ്ട് വീണു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചവിട്ടുന്ന സ്വഭാവമുണ്ട്, ആക്സിലേറ്റർ കൂട്ടുന്ന സ്വഭാവമുണ്ട്, വണ്ടി വളയ്ക്കുന്ന സ്വഭാവമുണ്ട്, ഗിയർ ചേഞ്ച് ആക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനുണ്ട്. ഈ മൺവെട്ടിക്ക് എന്തുവാ ഈ നാട്ടിൽ പറയുന്നേ? എന്തുവാ? പുതിയ വെണ്ണെന്ന പുതുമണവാട്ടിന്നോ? മൺവെട്ടിയെ പറ്റിയോ? വട്ടി കൊട്ടു എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അത് തന്നെ സാധനം. ഇങ്ങനെ ഇരിക്കുന്ന സാധനം ടിഷ്യൂ ഇങ്ങനെ കുത്തുന്ന സാധനം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ കിളയ്ക്കാന്ന പറയാ. അങ്ങനെ അതെടുത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിളയ്ക്കുന്ന സ്വഭാവം ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാവും. ഇനി അങ്ങനെ ഓരോ ജോലിയും പറയാൻ സമയം പോകുന്നു. തമാശ പറയാൻ നേരമില്ല, അല്ലേ? മൈക്ക് ഓപ്പറേറ്ററായ ഭർത്താവിന് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്ന സ്വഭാവം ഉണ്ടാവും, കൂട്ടുന്ന സ്വഭാവം, ഇല്ലേ? അങ്ങനെ ഉണ്ടാവും.
വിഷമമായിട്ടൊന്നും കാര്യമില്ല. അവിടെ എന്താ പേര്? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? പൈസ ഒന്നും കൊടുക്കാനില്ലല്ലോ, അവർക്കാർക്കും പൈസ കൊടുക്കാനില്ലല്ലോ. പിന്നെ ഞങ്ങൾ ആമീൻ പറയാത്ത? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ അദ്ദേഹത്തിന്. മതിയായോ? ഇനി അങ്ങനെ ഓരോരോ ഭർത്താക്കന്മാർക്കും ഓരോരോ സ്വഭാവം ഉണ്ടാവും. പൊന്നു പെങ്ങളെ, നീ എന്തു വേണമെന്നറിയുമോ? ചില ഭർത്താക്കന്മാര് നിന്നോട് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരായിരിക്കും. നീ എന്ത് വേണം? അവരുടെ ദേഷ്യം മാറ്റുന്ന ഭാര്യയാകണം. ഭർത്താവ് ഇങ്ങനെ തീ പോലെ ആളിക്കത്തുമ്പോ നീ ഇങ്ങനെതാ വെള്ളം പോലെ ഇങ്ങനെ വീണിട്ട് തീ അങ്ങ് കെടുത്തണം. അതാണ് മിടുക്കിയായ ഭാര്യ. അതാണ് മിടുക്കിയായ ഭാര്യ. കണ്ടോ, മഹദിയായ സ്വഹാബിയത്ത് അസ്മാ ബിൻത് ഖാരിജത്ത് റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ട മകൾ നിക്കാഹ് കഴിഞ്ഞ് അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്ന നേരത്തെ അടുത്ത് വിളിച്ച് കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, സംഘാടകർക്ക് ബക്കറ്റും അല്ല കയ്യിലുണ്ടോ? സംഘാടകരായ സഹോദരങ്ങളെ, മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ബക്കറ്റുമായിട്ട് എണീക്ക്, പെട്ടെന്നാവട്ടെ. എല്ലാവരും പോക്കറ്റ് കൈയിട. പോക്കറ്റിൽ എല്ലാവരും കൈയിടൂ. കീശയിൽ കൈയിടൂ. എന്താ കീശ? പോക്കറ്റ് ജൈബ്. എന്തുവാ കീസ? കീസ. കീസേ കൈയിട്. കയ്യേ ഇങ്ങനെ ഇട്. എഴുന്നേക്ക്. ഞാൻ ഇപ്പൊ കൈയിട്ട് നോക്കി. എന്തോ റിസാല ഡയറി. അതാ കിട്ടിയുള്ളൂ, വേറെ ഒന്നുമില്ല. എല്ലാവരുടെ അടുത്തും പോകും. എല്ലാ മുഅ്മിനീങ്ങളും നല്ല കാര്യമായിട്ട് ടിക് ടിക് ടിക്കിന് ശബ്ദം കേൾക്കാൻ പാടില്ല. വളരെ നല്ല നിലയ്ക്ക് സഹകരിക്കും. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. 3 സ്വലാത്തിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ മജ്ലിസിനെ സഹായിക്കുന്ന മുഅ്മിനീങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. അവർക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് നല്ല പുര നൽകണേ അല്ലാഹ്. സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് നൽകണേ അല്ലാഹ്. ഏത് നല്ലത് ഉദ്ദേശിച്ച് ഇവിടെ ആരൊക്കെ സംഭാവന ചെയ്യുന്നോ അവരുടെ സംഭാവനകൾ നീ സ്വീകരിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. നല്ല ആത്മാർത്ഥമായിട്ട് സഹകരിക്കും. ആ ചെറിയ മക്കളെയൊക്കെ പറഞ്ഞു വിട്ട ചെറിയ കുട്ടിയെ കാണുമ്പോഴേ 1 രൂപ നോട്ട്, 10 രൂപ നോട്ടൊക്കെ മാറ്റി വയ്ക്കും, 100 നോട്ട് മാറ്റി വയ്ക്കും. 10 നോട്ട് അങ്ങനെ പറ്റില്ല. നല്ല കാര്യമായിട്ട് അള്ളാഹു എല്ലാരെയും അറിയുന്നവനാണ്. പ്രിയപ്പെട്ട സഹാബിയത്തായ വനിത മഹദിയായ പൊന്നുമോളുടെ കയ്യിൽ പിടിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്ന പെണ്ണിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുകയാണ്, കൂനി ലഹു അർളാ യകുൻ ലകി സമാ വകൂനി ലഹു മിഹാദാ യകുൻ ലകി ഇമാദാ വകൂനി ലഹു അമതാ യകുൻ ലകി അബ്ദാ واخفضي أنفه وسمه عينه فلا يشم منك إلا طيبا ولا يسمع منك إلا حسنا ولا ينظر منك إلا جميلا. സഹാബിയത്തായ വനിത അവിടുത്തെ പൊന്നുമോള് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോ പറയുന്ന ഉപദേശമാണ്, മനോഹരമായ ഉപദേശം. മോളെ, കൂനി ലഹു അർളാ, നീ ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ കാലുമേ കാലും വെച്ച് കസേരയിൽ ഇങ്ങനെ ജഡ്ജിയെ പോലെ ഇങ്ങനെ ഇരുന്നാ പോരാ. പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ നീ പോയാൽ കൂനി ലഹു അർളാ, നീ ഭൂമിയാകണം. ഭൂമി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഭൂമി